ഈ ആക്രമിച്ച കേസിൽ രണ്ടാം ഘട്ട വിചാരണ നടപടികൾക്ക് തുടക്കമായി. കോടതിയുടെ വിസ്താര നടപടികൾ ആരംഭിച്ചു. നടൻ ദിലീപും പൾസർ സുനിയും ഉൾപ്പെടെയുള്ള പ്രതികൾ കോടതിയിൽ ഹാജരായി. അടച്ചിട്ട മുറിയിലാണ് വിചാരണ നടപടികൾ. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. ആജ്ഞ, ചെറിയൊരു അനിശ്ചിതത്വത്തിനൊടുവിലാണ് ഇപ്പോൾ രണ്ടാം ഘട്ട വിചാരണ നടപടികൾ നടിയാക്രമണ കേസിൽ ആരംഭിച്ചിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ പോലും ഇക്കാര്യത്തിൽ വലിയ വിമർശനമേൽക്കേണ്ടി വന്നതാണ് വിചാരണ കോടതിക്ക് ഈ രണ്ടാം ഘട്ട വിചാരണ നടപടികൾ വൈകുന്നതിൽ. ഇന്ന് എന്താണ് കോടതിയിൽ സംഭവിക്കുന്നത്? ഈ കോടതിയുടെ വിചാരണ നടപടികൾ ആരംഭിച്ചപ്പോൾ ആരൊക്കെയാണ് ഇന്ന് കോടതിക്ക് മുൻപാകെ ഹാജരായിരിക്കുന്നത്? ടോം, പൾസർ സുനിയും ദിലീപും ഉൾപ്പെടെയുള്ള പ്രതികൾ ഇന്ന് രണ്ടാം ഘട്ട വിചാരണ നടപടികൾക്ക് ഹാജരായിട്ടുണ്ട്. വിചാരണ നടപടികൾ ഇന്നത്തെ വിചാരണ നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. നാളെയും വീണ്ടും ഇവർ ഹാജരാകണമെന്ന് തന്നെയാണ് കോടതിയുടെ നിർദ്ദേശം. അടച്ചിട്ട മുറിക്കുള്ളിലാണ് വിസ്താരം നടന്നത്. അതുമാത്രമല്ല, ഇത് നേരത്തെ തന്നെ ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ സാക്ഷികളെ മാത്രമാണ് ഇതുവരെയും പൂർണ്ണമായും സാക്ഷിമൊഴി മാത്രമാണ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രതികളുടെ തന്നെ രണ്ടാം ഘട്ട വിചാരണ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ കാര്യത്തിൽ സുപ്രീം കോടതി അതിതീവ്രമായിട്ട് തന്നെയാണ് ഈ വിചാരണ കോടതിയെ കഴിഞ്ഞ ദിവസം വിമർശിച്ചത്. അത് കാരണം പൾസർ സുനിയുടെ ജാമ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇത്തരത്തിലുള്ള വിചാരണ വന്നത്. കഴിഞ്ഞ സെപ്റ്റംബർ 17 പൾസർ സുനിക്ക് 7.5 വർഷത്തിന് ശേഷം ജാമ്യം അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായത്. കാരണം 2017 ഫെബ്രുവരിയിലാണ് നടി ആക്രമിക്കപ്പെടുന്നത്. ആ കാലഘട്ടം മുതൽ മാർച്ച് 10 പൾസർ സുനി റിമാൻഡിലായതാണ്. ആ കാലഘട്ടം മുതൽ ഇങ്ങോട്ട് 7.5 വർഷക്കാലം അയാൾ ജയിലിൽ തന്നെ കിടന്ന സാഹചര്യം ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ സുപ്രീം കോടതി വിചാരണ കോടതിയെ ഇങ്ങനെ സാക്ഷി വിസ്താരത്തിനും അതുപോലെ പ്രതികളെ വിസ്താരം നീളുന്ന ഒരു സാഹചര്യം ചൂണ്ടിക്കാട്ടി എന്തുകൊണ്ടാണ് ഇത്രയധികം കാലഘട്ടം ഇതിനെടുക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അതിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇന്നലെ ഹൈക്കോടതി ദിലീപിനെ, അതായത് മെമ്മറി കാർഡ് ടാമ്പർ ചെയ്ത കേസിലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അതിജീവിതം നൽകിയ ഹർജിയിൽ ദിലീപ് കക്ഷി ചേരുന്ന ഒരു സാഹചര്യം എന്തിനാണ്? അതായത് സർക്കാരിനില്ലാത്ത ജാഗ്രത ഇക്കാര്യത്തിൽ ദിലീപിന് എന്താണുള്ളത്? ദിലീപ് അതിൽ കേസിൽ കക്ഷി ചേരുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അതിൽ ദിലീപിന് താല്പര്യം എന്താണ് എന്ന് ചോദിച്ചുകൊണ്ട് തന്നെയാണ് അതൊരു വളരെ പ്രസക്തമായിട്ടുള്ള കാര്യമാണ് ഹൈക്കോടതി ചോദിച്ചത്. കാരണം ഹൈക്കോടതി ഇന്നലെ ഈ ദിലീപ് കേസിൽ കക്ഷി ചേർന്നപ്പോൾ, മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കക്ഷി ചേർന്നപ്പോൾ സർക്കാരിനില്ലാത്തൊരു വേവലാതി, ഇല്ലാത്തൊരു എതിർപ്പ് എന്തിനാണ് 8ാം പ്രതിയായ ദിലീപിനെന്ന് ഹൈക്കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുന്നു. ഏത് സാഹചര്യത്തിലാണ് ആജ്ഞ ദിലീപ് ഈ കേസിൽ മെമ്മറി കാർഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കോടതിക്ക് മുൻപാകെ കക്ഷി ചേരണമെന്ന ആവശ്യവുമായി രംഗത്തെത്താനുള്ള കാരണം? ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട്, അതായത് 3 തവണ മെമ്മറി കാർഡ് ടാമ്പർ ചെയ്ത സാഹചര്യമാണ് ഉള്ളതെന്ന് നമുക്കറിയാം. അത് പ്രത്യേകിച്ചും ഒന്ന് ജസ്റ്റിസ് ലീന ബഷീറിന്റെ കയ്യിലായിരുന്ന സാഹചര്യത്തിൽ, പിന്നെ ഒന്ന് ശിരസ്താറും മറ്റൊന്ന് കോടതി അസിസ്റ്റന്റുമാണ് ഇത് ടാമ്പർ ചെയ്ത സാഹചര്യം ഉണ്ടായെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനെതിരെയാണ് അതിജീവിത കോടതിയിൽ പരാതി നൽകിയിട്ടുള്ളത്. വിചാരണ കോടതി ജഡ്ജിനെതിരെ തന്നെ പരാതി നൽകിയിട്ടുണ്ട്. ആ ജഡ്ജിനെ മാറണമെന്ന് ആവശ്യപ്പെട്ട് പരാതി നൽകിയിട്ടുണ്ട്. അത് മാത്രമല്ല, ഹൈക്കോടതിയുടെ മുൻപാകെ ഈ കേസിരിക്കുന്നത് ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട്, ഈ കേസിലെ അന്വേഷണ റിപ്പോർട്ട് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് അതിജീവിത ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ആ കേസിൽ വിധി പറയാനിരിക്കെയാണ് ദിലീപ് കേസിൽ കക്ഷി ചേരുന്ന സാഹചര്യം ഉണ്ടായത്. അതെന്തുകൊണ്ടാണ്? അത് സർക്കാരിനില്ലാത്ത ഒരു ജാഗ്രത ഈ കേസിൽ ദിലീപ് എന്തിനാണ് കാണിക്കുന്നതെന്നാണ് ഹൈക്കോടതി ആരാഞ്ഞത്. ആജ്ഞാബി, ഈ വിചാരണ നടപടികൾ, രണ്ടാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടല്ലോ. അതിനൊരു സമയപരിധി സുപ്രീം കോടതി നിശ്ചയിച്ചിട്ടുണ്ടോ? ഇത്ര നാളിനുള്ളിൽ ഈ കേസിന്റെ, നടിയാക്രമണ കേസിന്റെ വിചാരണ നടപടികൾ പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശം വിചാരണ കോടതിക്ക് നൽകിയിട്ടുണ്ടോ? അത്തരത്തിലൊരു സമയബന്ധിതമായി ഇത് പൂർത്തിയാക്കണമെന്നൊരു നിർദ്ദേശമൊന്നും സുപ്രീം കോടതി വെച്ചിട്ടില്ല. പക്ഷേ ഈ കേസ് ഇങ്ങനെ അനിശ്ചിതമായി നീളുന്നതിനെ സുപ്രീം കോടതി അങ്ങേയറ്റം വിമർശനാത്മകമായിട്ടാണ് കണ്ടിട്ടുള്ളത്. കാരണം 7.5 വർഷക്കാലമായി കേസിലെ മുഖ്യപ്രതിയാണ് പൾസർ സുനി.
അദ്ദേഹത്തിന്റെ അച്ഛൻ മരിച്ച സമയത്ത് മാത്രമാണ് മണിക്കൂറുകൾ ഒന്ന് ജയിലിൽ വിമോചിതരായ അല്ലെങ്കിൽ ജയിലിൽ നിന്ന് പുറത്തു വരുന്ന സാഹചര്യം ഉണ്ടായത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ വിചാരണ ഇനിയും നീളാനുള്ള സാഹചര്യം ഏറെയാണ്. ഇങ്ങനെ എന്തുകൊണ്ടാണ് ഇത്ര അനിശ്ചിതത്തിൽ ഈ കേസ് പോകുന്നത് എന്ന് തന്നെയാണ് വിചാരണ കോടതിയോട് ചോദിച്ചത്. നിരവധി സാക്ഷികളെ അതായത് 200-ലധികം സാക്ഷികളെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് വിചാരണ കോടതി വിസ്തരിച്ച സാഹചര്യം ഉണ്ടായത്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ 7.5 വർഷത്തോളം ഒരു കേസ് കൊണ്ടുപോകുക, അതും കേരളത്തിലെ മലയാള സിനിമയെ പിടിച്ചു കുലുക്കിയ സാഹചര്യമുണ്ടായ നടി ആക്രമിക്കപ്പെട്ട കേസ്. അതിനുശേഷം നമുക്കറിയാം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് ശേഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാകുന്നത്. അതേ തുടർന്ന് ഇന്ന് നമ്മൾ കാണുന്ന അഡ്രസ്സ് ചെയ്യുന്ന എല്ലാ പ്രശ്നങ്ങളും മലയാള സിനിമയിലെ എല്ലാ പ്രശ്നങ്ങളും ഈ സംഭവത്തെ തുടർന്നുണ്ടായതാണ്. ഇതെന്തുകൊണ്ടാണ് ഇത്ര അധിക കാലഘട്ടം നീട്ടിക്കൊണ്ടുപോയത് എന്ന് സുപ്രീം കോടതി അങ്ങേയറ്റം വിമർശനാത്മകമായി തന്നെയാണ് വിചാരണ കോടതിയെ ചോദിച്ചത്. അതിനുശേഷമാണ് പൾസർ സുനിക്ക് പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിനിടെ സുപ്രീം കോടതിയിൽ ഈ ഒന്നാം പ്രതിയായ പൾസർ സുനി വാദിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം ഇതായിരുന്നു. ദിലീപ് ഈ പറയുന്ന അന്വേഷണ ഉദ്യോഗസ്ഥനെ ദിവസങ്ങളോളം വിചാരണ ചെയ്യുന്ന, അല്ലെങ്കിൽ ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതിനുള്ള സാഹചര്യമൊക്കെ എങ്ങനെ ഉണ്ടായി, സൃഷ്ടിക്കപ്പെട്ടു എന്ന ചോദ്യമൊക്കെ ഈ പൾസർ സുനിയുടെ ഭാഗത്തു നിന്നുണ്ടായതാണ്. ഇപ്പോൾ ഈ 2ാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിക്കുമ്പോൾ അതിൽ ഈ പ്രതിഭാഗത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളാണോ തുടക്കത്തിൽ ഉണ്ടാവുക? എന്താണ് ഇന്ന് കോടതിയുടെ ഈ നടപടിക്രമത്തിന്റെ ഭാഗമായി നടന്നത്? ടോം, ഇന്ന് പ്രതികളെ വിസ്തരിക്കുന്നതിന് 2ാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ഒരു പ്രൊസീജിയർ കഴിഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നാളെ പ്രതികൾ വീണ്ടും ഹാജരാകണം. മാത്രമല്ല പ്രതികളെ 2ാം ഘട്ടം വിസ്തരിച്ചു തുടങ്ങിയുള്ള ഇത്ര കാലം വിചാരണ കോടതി ചെയ്തിരുന്ന സാക്ഷികളെ വിസ്തരിക്കുന്ന നടപടിക്രമങ്ങളായിരുന്നു പൂർത്തിയാക്കിയത്. പക്ഷേ സാക്ഷികളെ വിസ്തരിച്ചു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അടുത്ത മാസം കേസിൽ അന്തിമ വിധി പറയാനിരിക്കെയാണ് ഇപ്പോഴും ഈ കേസ് പ്രതികളുടെ വിചാരണ, അതായത് 2ാം ഘട്ട വിചാരണ ഇനിയും തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക്, ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ പോകുന്നത്. ടോം സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതി 87 ദിവസമാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് ദിലീപിന്റെ അഭിഭാഷകൻ വിസ്തരിച്ചത്. അത്തരം സാഹചര്യങ്ങൾ ചൂണ്ടിക്കാട്ടി പൾസർ സുനിയുടെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഇത്ര അധികം ഈ കേസിന് നീക്കുപോക്കില്ലാതെ തുടരുന്ന ഒരു സാഹചര്യം ഉള്ളത് എന്ന് സുപ്രീം കോടതി ചോദിച്ചിരുന്നു. പക്ഷെ സമയബന്ധിതമായി പൂർത്തിയാക്കണം എന്ന് സുപ്രീം കോടതി ഒരു നിർദ്ദേശം വെച്ചിട്ടില്ല. ടോം, വ്യക്തമാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. നടിയാക്രമണ കേസിൽ വിചാരണ കോടതിയിൽ 2ാം ഘട്ട വിചാരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. കേസിലെ 1ാം പ്രതി പൾസർ സുനിയും 8ാം പ്രതിയായ ദിലീപും ഇന്ന് കോടതിയിൽ ഹാജരായിരുന്നു.